ഒരു കൂട്ടം പ്രാവുകൾ ഇങ്ങനെ പറന്നു പോവുമായിരുന്നു. അപ്പോൾ അവർ താഴേക്ക് നോക്കിയപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ ഒരു നെൽപ്പാടം കണ്ടു. അപ്പോൾ പ്രാവുകളുടെ നേതാവ് പറഞ്ഞു, നമുക്കവിടെ പോയി കുറച്ച് നെൽമണികൾ ഭക്ഷിക്കാം. അവരെല്ലാവരും ഒന്നിച്ച് താഴെ ഇറങ്ങി. അവർ നെൽമണികൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു വേടൻ വിരിച്ച ഒരു വലയിൽ ഈ പ്രാവുകളൊക്കെ കുടുങ്ങി. അവരാകെ പരിഭ്രമിച്ചു, രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്കിടയിലെ നേതാവ് പറഞ്ഞു, ആരും വിഷമിക്കണ്ട, നമുക്കെല്ലാം ഒരുമിച്ച് പറക്കാം. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറക്കണം. ഒരുമിച്ച് പറക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ശക്തി കൊണ്ട് ഈ വല അടക്കം നമുക്ക് ഉയർത്തി നമുക്ക് പറന്നു പോകാൻ പറ്റും. എല്ലാവരും സമ്മതിച്ചു. നേതാവ് റെഡി 1 2 3 എന്ന് പറയലും എല്ലാവരും ഒരുമിച്ച് പറന്നുയർന്നു. അവരെല്ലാവരും അത്ഭുതമെന്ന് പറയട്ടെ, ആ വലയുമായി ഒരു കാട്ടിലെ ഒരു വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി അവർ പതുക്കെ ഇറങ്ങി. അവിടെ എത്തിയിട്ട് നേതാവ് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ സഹായിക്കുക, ഞങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ മരച്ചുവട്ടിലുണ്ടായിരുന്ന കുറച്ച് എലികൾ വന്ന് ആ വല മുഴുവൻ കടിച്ച് മുറിച്ച് പ്രാവുകളൊക്കെ രക്ഷപ്പെട്ടു. ഇതൊരു കഥയാണെങ്കിലും ഇതിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. അതായത് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ചിന്ന ഭിന്നമായാൽ, നമ്മൾ ഒറ്റക്കായാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ അകപ്പെടും, നമ്മൾ പരാജയപ്പെടും. ഒരു പന്ത് കളിക്കുമ്പോൾ ഒന്നാമൻ പന്ത് രണ്ടാമനിട്ട് കൊടുക്കും. അവന് ഗോളടിക്കാൻ സാധിക്കാതെ വന്നാൽ അവൻ മൂന്നാമൻ ഒരു പക്ഷേ നാലാമത്തെ ആൾക്കാണ് പന്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ഒരു പക്ഷേ അവസാനം അഞ്ചാമത്തെയോ ആറാമത്തെയോ വ്യക്തിയാണ് ഗോളടിക്കുക. അപ്പോൾ ജയിക്കുന്നത് ആ ഗോളടിച്ച വ്യക്തി മാത്രമല്ല, ആ ടീം മൊത്തം ജയിച്ചു. ഇതുപോലെയാണ് നമ്മുടെ കുടുംബവും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സംഘടനയൊക്കെ. ഒരാളുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഒരാളുടെ അശ്രദ്ധ അത് അയാളെ മാത്രമല്ല, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ഒരുമിച്ച് കൂട്ടമായി സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോവുക. ഈ ഒന്നിക്കേണ്ടത് തെരുവിൽ മാത്രമല്ല, ആദ്യം നമ്മൾ ഒന്നിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകണം, ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. എന്നാൽ ആ കുടുംബം വിജയിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.